നമസ്കാരം. ലോകമെമ്പാടും കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നു. മമ്മൂക്കയുടെ ഒരു വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ന മമ്മൂക്ക ലോകത്തുള്ള എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഒരൊറ്റ വരിയിൽ ആൻഡോ ജോസഫ് എഴുതിയ കുറിപ്പാണ്. കേരളം ലോകത്തെവിടെ മലയാളികളും ഏറ്റെടുത്തിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി നന്ദി നന്ദി. മമ്മൂക്കയുടെ എല്ലാ അസുഖവും മാറി, റിസൾട്ട് വന്നിരിക്കുന്നു. മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാൻ. ആരെയും കണ്ണലിക്കുന്ന ഒരു സംഭവമായിരുന്നു. മമ്മൂക്ക എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം. അന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു, നമ്മുടെ മമ്മൂക്ക ഒരസുഖവുമില്ലാതെ എല്ലാത്തിൽ നിന്നും മോചനം നേടി പറഞ്ഞത്. ആ ആൻഡോ ജോസഫിൻ്റെ ആ കുറിപ്പ്, അതോടൊപ്പം ജോർജ് ഏട്ടൻ്റെ കുറിപ്പ്. ജോർജ് ഏട്ടൻ ഒറ്റ പടം ഇട്ടുള്ളൂ ഇൻസ്റ്റയിൽ, മമ്മൂക്ക കൈകൂപ്പി നിൽക്കുന്ന ഒരു പടം. അത്രമാത്രം സ്നേഹിക്കുന്നു മമ്മൂക്കാനെ. ഈ ആൻഡോ ജോസഫ് ഇട്ട് ഇതിൽ കമൻറ്റുകൾ ഒരൊന്നൊന്നര വരവുണ്ടാകും അല്ലേ മമ്മൂക്ക വരുന്നതിനെ കുറിച്ചാണ്. ദിവസങ്ങളായ പ്രതീക്ഷയോടെ കേൾക്കാൻ കൊതിച്ച വിവരം. കമൻറ്റുകളുടെ പ്രവാഹമാണ് കേട്ടോ, കമൻറ്റുകളുടെ പ്രവാഹമാണ്. എത്രയോ താരങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകൾ. ഒരു ലോകം ഒന്നിച്ച് വിളിച്ചാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ലോകം ഒന്നിച്ച് വിളിക്കുകയാണ്, മമ്മൂക്ക വരൂ, മമ്മൂക്കയുടെ അസുഖം മാറണമെന്ന്. മനസ്സിൽ കൈവച്ച് തന്നെ പറയട്ടെ, മമ്മൂക്കായെ സ്നേഹിക്കുന്ന ആളുകളാണ് ലോകത്തുള്ളത്. മമ്മൂക്കാക്ക് ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞപ്പോൾ ശബരിമല കയറി ഓടിപ്പോയി മമ്മൂക്കയുടെ പേരിൽ പ്രാർത്ഥന നടത്തിയ ലാലേട്ടൻ. അതാണ് സൗഹൃദം. ആ സൗഹൃദമാണ് ഇവിടെ വലുത്. അതാണ് ഇവരുടെ ഒരുമിച്ചുള്ള യാത്ര. ആ മമ്മൂക്കാക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരുന്നത്. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന മഹാനടനോടൊപ്പം. എന്തോരം കമൻറ്റുകളാണ്. സന്തോഷ വാർത്ത. ഇനിയും മമ്മൂക്ക ഇവിടെ തന്നെ ഉണ്ടാകണം. മമ്മൂക്ക ഇല്ലെങ്കിൽ എന്തൊരു മലയാള സിനിമ. ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കൃത്യമാണ്. ഗംഭീര ഇതാണ് കേട്ടോ. മമ്മൂക്കയുടെ ഈ വരവ് അറിയിച്ചുകൊണ്ട് ആൻഡോ ജോസഫ് ഒരു ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ മമ്മൂക്ക എന്നാണ് വരുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. ഉടൻ തന്നെ മമ്മൂക്ക വരും. മമ്മൂക്കയുടെ കൂടെ എന്നുള്ള ജോർജ് ഏട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കൈകൂപ്പിക്കുന്ന പോസ്റ്റിൽ ഇപ്പോൾ ഒരു കുറിപ്പും കൂടെ എഴുതിയിട്ടുണ്ട്. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി. അതാണ് ജോർജ് ഏട്ടൻ്റെ കുറിപ്പട്ടോ. അതിൽ വരുന്ന കമൻറ്റുകൾ ഗംഭീര കമൻറ്റുകളുമായിട്ട് അതിലും ആളുകൾ വരുന്നു. ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മമ്മൂക്കായെ സ്നേഹിക്കുന്ന പല പടങ്ങളും, മമ്മൂക്ക അഭിനയിച്ചു വെച്ച പല പടങ്ങളുമാണ് ആ കമൻ്റായിട്ട് വരുന്നത്. മമ്മൂക്ക പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. എപ്പോഴും വിഷമിച്ചപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് എൻ്റെ മമ്മൂക്ക. കമൻറ്റുകളാണ് കേട്ടോ, കമൻറ്റുകളാണ്. അനേകം പേരുടെ കണ്ണീരൊപ്പിയ ഒരു മഹാനടനാണ് മമ്മൂക്ക. ആ പ്രാർത്ഥന എന്നും ഉണ്ടാകും. ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളാണ് എൻ്റെ നടൻ മമ്മൂക്ക. ഒരുപാട് സന്തോഷം, കാത്തിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ നിരവധി കമൻറ്റുകളാണ്. അതിൽ ഏറ്റവും പറ്റിയ കമൻറ്റുകൾ പറയുന്നുണ്ട്, സിനിമയ്ക്ക് ഇടവും പോലവും മമ്മൂക്കായും ലാലേട്ടനും ഇല്ലാതെ എന്തൊരു സിനിമ എന്ന് ചോദിക്കുന്നവരുമുണ്ട് കേട്ടോ. അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്തായാലും മമ്മൂക്കയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കാനാണ് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം. മമ്മൂക്കയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മമ്മൂക്കയുടെ പുതിയ സിനിമ വരാനുണ്ട്, മമ്മൂക്കയുടെ ഈ വരവുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്ന ഒരു വേളയാണ്. മമ്മൂക്ക വരുമ്പോൾ നോക്കിക്കോ, ആവേശത്തിൽ മമ്മൂക്കയെ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും മമ്മൂക്കാനെ സ്വീകരിക്കാനുണ്ടാവുന്നത്. മമ്മൂക്ക കുറച്ച് നാളായി മാറി നിൽക്കുകയായിരുന്നു. മലയാളത്തിൻ്റെ മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക. കമൻറ്റുകളാട്ടെ ഞാൻ വായിക്കുന്നത്. ഓരോ മലയാളികളുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ മനുഷ്യൻ തിരിച്ചു വരാതെ എവിടെ പോകാനാണ്? കണ്ണ് നിറഞ്ഞാനൊരു ഒരാളതിനകത്ത് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം കണ്ണ് നനയുന്ന സിമ്പിളോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഈ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമ്മൂക്ക അവിടെ ഒരു മനസ്സറിയാവുന്ന കുറേ പേരുള്ളൂ അല്ലേ. ആ മനസ്സറിയാവുന്നവർ മമ്മൂക്കയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. മമ്മൂക്കയുടെ ഓരോ നിമിഷങ്ങളും. അദ്ദേഹം കുറേ നാളുകളായി കൊച്ചിയിൽ നിന്നും മാറി ചെന്നൈയിൽ താമസമായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ ചെയ്തിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ അവസാന റിസൾട്ട് വന്നപ്പോഴാണ് ആൻഡോ ജോസഫും ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും യാത്ര ചെയ്യുന്ന ജോർജിൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് മമ്മൂക്ക കൈകൂപ്പി നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ മലയാളികൾക്ക് ഒത്തിരി അഭിമാനം, ഒത്തിരി സന്തോഷം, കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥന. ഓരോ ആളുകളും മമ്മൂക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്
മമ്മൂക്കാട് തിരിച്ചു വരവ്. മമ്മൂക്ക ഇനി എന്നാണ് വരുന്നത്? ആ വരവ് ആഘോഷമാക്കാനാണ് എല്ലാവരും ഒരുങ്ങുന്നത്. മമ്മൂക്കാടെ വരവ് ആഘോഷമാക്കും, അടിപൊളിയാക്കാനാണ് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. മമ്മൂക്ക എത്രയും പെട്ടെന്ന് വരട്ടെ. വന്നിട്ട് സിനിമകൾ ഇനിയും ചെയ്യാണ്ട് മമ്മൂക്കാട് ഒരു സിനിമ ഇറങ്ങാതിരിക്കുന്നു. ഒരു സിനിമ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ആ ഷൂട്ടിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട് മമ്മൂക്കാക്ക്. അങ്ങനെ എല്ലാം കൊണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ മലയാള സിനിമയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സംഭാവനകൾ ഏറെയാണ്. ആ മമ്മൂക്കായെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ആ മമ്മൂക്ക സുഖം പ്രാപിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആവേശത്തിൽ ആഘോഷമാക്കാൻ എല്ലാവരും ഇരിക്കുന്നത്. പ്രാർത്ഥന ചെയ്താൽ ഫലമുണ്ടാകും എന്നതിൻ്റെ തെളിവാണ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ സ്നേഹിക്കുന്ന മമ്മൂക്കയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. മമ്മൂക്ക വരും, അടിച്ചു പൊളിക്കുമ്പോൾ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.